ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് ഈ ചർച്ചയുടെ ആമുഖമായി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി വരികയാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് നടന്ന CAA കലാപം, അതുപോലെ ഈ കർഷകരുടെ മാർച്ച്, ഇതിലൊക്കെ നമ്മൾ കണ്ട വളരെ പരിചിതമായ മുഖങ്ങൾ തന്നെയാണ് ഇത്തവണയും ഈ സമരരംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ചില വിദേശ ശക്തികൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ, അത് ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. കാരണം നമ്മുടെ തൊട്ട് മുന്നിൽ ചില ഉദാഹരണങ്ങളുണ്ട്. അത് ബംഗ്ലാദേശും നേപ്പാളുമാണ്. അവിടെ നടന്ന ജൻസി പ്രക്ഷോഭങ്ങളുടെ ഒരു പാറ്റേൺ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങളാണ് കഴിഞ്ഞ 2 ദിവസം തലസ്ഥാനത്ത് അരങ്ങേറിയത്. നോക്കൂ, ഇന്നലെ ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഈ CJPക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല, ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ജനം TV അടക്കം പുറത്തുവിട്ടൊരു വാർത്തയാണ്. അമേരിക്കൻ എംബസി അവരുടെ പൗരന്മാർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്, അഡ്വൈസറിയാണ്. അതായത് ഈ 20-21 തീയതികളിൽ ഇങ്ങനെയൊക്കെ ഈ ഡൽഹിയിൽ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ 17-ാം തീയതി ഒരു അഡ്വൈസറി പുറത്തിറക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചില വിദേശ കരങ്ങളുടെ സ്വാധീനം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അങ്ങയുടെ നിരീക്ഷണം? ഇവിടെ ഈ ബംഗ്ലാദേശിന്റെ ഒരു ലെറ്റർ വന്നു എന്ന് പറയുന്നത് ശ്രദ്ധയപ്പെട്ടിരുന്നു. അതായത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അതൊരു ഫേക്ക് ആണെന്നാണ് കേട്ടോ അറിയാൻ കഴിയുന്നത്. അത് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല തലത്തും ഞാനത് അന്വേഷിച്ചപ്പോൾ അത് ഫേക്ക് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോട്ടെ, പിന്നെ ഇതിനകത്ത് മറ്റുള്ള അത് നിരാകരിച്ചിട്ട് ആരും രംഗത്തെത്തിയത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ അത് ശരിയല്ല, ഇത് വ്യാജമാണ് എന്നുള്ള കുറിപ്പ് പറയാമല്ലോ. കാരണം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ചർച്ചയായ ഒരു വിഷയമാണത്. ശരിയാണ്, പക്ഷെ നിരാകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ്, അത് ഫേക്ക് ആണ് എന്നുള്ള ആ ഡോക്യുമെന്റിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു എന്നുള്ളതാണ് പല ഈ സാധനം വെരിഫൈ ചെയ്യാൻ വേണ്ടി ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് നമ്മളുടെ മീഡിയ വൺ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊന്ന്. 2, ഇതിനകത്ത് വേറെ ആരെങ്കിലും ഇപ്പോൾ ഖാലിസ്ഥാനികളോ അതല്ലെങ്കിൽ മറ്റു പല സംഗതികളോ, ഇപ്പോൾ പാകിസ്ഥാൻ്റെ റോള് പറയണമെന്ന് പറയുന്നത്, CAAയുടെ റോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ ഒരു വശത്തുണ്ട്. ഞാനത് അന്വേഷിക്കണ്ട എന്നല്ല പറയുന്നത്, അത് അന്വേഷിക്കണം. പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷയം, ഈ കുട്ടികൾ ഉയർത്തിയ വിഷയത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനപ്പുറത്തേക്ക് ഇതിന് മുകളിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടെങ്കിൽ, അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന BJPയുടെ പ്രതിനിധി ആയാലും ശരി, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയാലും ശരി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമാണ് തോന്നുന്നത്. കാരണം അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ മുൻകാലങ്ങളിൽ ഇതുണ്ടായ സമയത്ത് BJP എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് അവർക്ക് എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആലോചിച്ചു പോണത്. കാരണം അങ്ങനെ എന്തു ചെയ്തു എന്നുള്ള ഉത്തരമാണല്ലോ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് BJP ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ പല കാര്യങ്ങൾ അവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പം അന്ന ഹസാരെയൊക്കെ ഉയർന്നു വന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ തരത്തിലുള്ള സംഗതിയിൽ ഇപ്പം ഈവൻ CJPയുടെ ഒരു ഉയർച്ച വന്നപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടത് എന്താണ്? ഇത് BJPയുടെ ഒരു പ്ലാനാണ് CJP എന്ന് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോകരുത് എന്ന് വരെ പറയുന്നത് നമ്മളിവിടെ കേട്ടു. അതുകൂടാതെ ചില മുസ്ലിം ബോഡീസ് അവർ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ചില ഇമാം ഗ്രൂപ്പുകളൊക്കെ അവരെന്താ പറഞ്ഞത്? മുസ്ലിങ്ങളാരും അതിൽ പോയി തലയിടരുത്, അതിൽ പ്രശ്നം വന്നാൽ നമ്മൾക്ക് രാജ്യദ്രോഹികളാവുന്ന വിഷയം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അതിൽ പോയി തലയിടരുത് എന്ന് അവർക്ക് പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ചില വാർത്തകൾ വരെ കണ്ടു. അത് ലോക്കലി ഉണ്ടായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കുട്ടികൾ ഉയർത്തിയ ഈ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അവർ തുടക്കകാലത്ത് ഉയർത്തിയത് മറ്റു പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. മറ്റേ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച്, പിന്നെ അതുപോലെ പല സാധനങ്ങൾ. അതിനൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള വിയോജിപ്പുകൾ അന്ന് തന്നെ രേഖപ്പെടുത്തി. പക്ഷെ എന്തായാലും അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഈ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലാണ്. അത് ചെറിയ വിഷയമല്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇവിടെ ഇരിക്കുന്ന 2 കൂട്ടം ആളുകളും, BJPയുടെ പ്രതിനിധിയായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായാലും, 2 പേരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ അത് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ പ്രശ്നം നമ്മൾ വീണ്ടും നിങ്ങൾ മറന്നുപോവാണ്. അതാണ് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? നീറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുമ്പോൾ അത് നാഷണൽ ലെവലിലേക്ക് അത് വരുന്ന സമയത്ത് അതൊരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലത്ത് ഒരു ലീക്ക് ഉണ്ടായാൽ അത് മൊത്തം പരീക്ഷയും ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും, അതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരീക്ഷാ ലീക്കുകൾ അത് ലോക്കലൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നീറ്റ് അതല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾ, അതുപോലെ മറ്റു പല പരീക്ഷകളും ഇവിടെ റദ്ദാക്കുന്ന അവസ്ഥയും അതുപോലെ പുനഃപരീക്ഷ നടത്തേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അടുത്ത് UGC എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ ഇതിലെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഒരു സിംഗിൾ ലീക്ക് ഉണ്ടായാൽ അത് നാഷണൽ ലെവലിൽ അത് ബാധിക്കുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. അത് സെൻട്രലൈസ്ഡ് അപ്രോച്ചിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നു, അത് സെൻട്രലൈസ്ഡ് ആക്കി നിർത്തണം എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗാർഡ് റെയിൽസ് വെച്ചുകൊണ്ട് അതിനെ തടയാനുള്ള വഴികൾ, അതിന് ലീക്ക് വന്നാൽ അത് ലീക്ക് വരാതിരിക്കാനുള്ള വഴികൾ, അതുപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടേ നമ്മളത് നടത്താൻ പാടുള്ളൂ. അത് ചെയ്യേണ്ട ചുമതല ഇവിടുത്തെ വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ അടിക്കടി പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതിലൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അതിൽ മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. അവിടെ ഇത് രാജിവെക്കുക എന്നുള്ളത് ഒരു മോറൽ ഒരു ഒബ്ലിഗേഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അതിനകത്ത് ശരികൾ തെറ്റുകൾ, അത് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് കടിച്ചു തൂങ്ങുന്നത് ശരിയായ ഒരു നടപടിയല്ല. കാരണം ഇതിനകത്ത് വലിയ തോതിൽ ഡിജിറ്റൈസേഷനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉന്നതി നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പറയുമ്പോൾ തന്നെ ഈ പുനഃപരീക്ഷ വളരെ മാതൃകാപരമായി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു കുറ്റവും ഒരിടത്തു നിന്നും വന്നിട്ടില്ല. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ വളരെ സംതൃപ്തിയോടെയാണ് ആ പരീക്ഷ എഴുതിയതും ആ റിസൾട്ടിനെ സ്വീകരിച്ചതും ഇപ്പോൾ പ്രവേശന നടപടികൾ നടക്കുകയുമാണ്. ഇത് ഒരു തരത്തിലും ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള സകല ക്രമീകരണങ്ങളും ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു പരീക്ഷാ ഏജൻസി ഇതുപോലെ എയർഫോഴ്സിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറ്റമറ്റതാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അപ്പോൾ സർക്കാർ ആ ഘട്ടത്തിൽ എടുത്ത മെഷേഴ്സിനെ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ കഴിയുമോ? ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. പ്രത്യേകിച്ച് ആ പുനഃപരീക്ഷ വളരെ ഭംഗിയായിട്ട് നടക്കുന്നത് കണ്ട് അവിടെ സ്വർഗത്തിലിരുന്ന് ഈ പരീക്ഷ ആദ്യത്തെ പരീക്ഷയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം മൂലം കൊല്ലപ്പെട്ട അതാ ഞാൻ പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത കുട്ടികൾ കൈയടിച്ചത് ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതെന്ത് ന്യായമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കുട്ടികൾ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലെ നമ്മൾ വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധിക്കുന്ന രാജ്യമാണ്. നമ്മൾ പ്രൈവറ്റായിട്ട് ISROയെ വരെ കവച്ചു വെക്കുന്ന സംവിധാനങ്ങൾ നമ്മളുണ്ട് എന്ന് പറയുന്ന നമുക്ക് ഒരു പരീക്ഷ മര്യാദയ്ക്ക് നടത്താൻ കഴിയുന്നില്ല എന്ന് വരുന്നിടത്ത് അതൊരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിന്റെ വകുപ്പ് മന്ത്രിക്ക് അതിന് കൃത്യമായ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതിന് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിയില്ല. ഇനി ഞാനിത് പറയുന്നത് എന്താണ്, ഇത് ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഒരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങുമ്പോൾ അതിൽ പല ആളുകൾക്കും മുതലെടുക്കാനുള്ള വഴിയായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു മുതലെടുപ്പിന് ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെ ഉണ്ടാവുന്ന മറ്റു വിഷയങ്ങളും കടന്നു വരുമ്പോൾ സത്യത്തിൽ ഈ കുട്ടികളുടെ പ്രശ്നമായിട്ട് അവശേഷിക്കുകയും എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ആളുകൾക്കെല്ലാം അതിനുള്ള ഒരു വഴി തുറന്നിടുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ ഭരണപക്ഷത്തിന് പങ്കുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതന്നെയല്ലേ ഇവിടെ വരുന്നത്. അതിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രതിപക്ഷവും പരാജയപ്പെടുന്നു. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ടോട്ടൽ ഫെയിലിയറിലേക്ക് പോകുന്നു. ആരാണ് ഇതിന്റെ അൾട്ടിമേറ്റ്, ഇതിന്റെ പ്രശ്നം, ഇതിന്റെ അത് കൊണ്ടു നടക്കേണ്ടി വരുന്ന ആരാണ്? ഇവിടുത്തെ ജനങ്ങളല്ലേ, കുട്ടികളല്ലേ, അവരല്ലേ തൂങ്ങിച്ചാവേണ്ടി വരുന്നത്. അപ്പൊ ഇത് അവസാനിപ്പിക്കാൻ എന്താണ് വഴി? ഇതിൽ ഇടപെടേണ്ട ആളുകൾ കൃത്യസമയത്ത് ഇടപെടണം. അതിൽ ഒന്നാമത്തെ ആളാരാണ്? അത് വകുപ്പാണ്, ആ വകുപ്പ് മന്ത്രിയാണ് എന്ന് പറയുന്നിടത്താണ് ആ സംഗതി കറങ്ങി തിരിഞ്ഞു വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇനി അപ്പോഴും ഇതിനെ ഈ ഒരു സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ വയലൻസിനെ തള്ളി പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനാവുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ദീപയെ പോലുള്ള ആളുകൾക്ക് ആ വയലൻസിനെ തള്ളി പറയാൻ സാധിക്കണം. അവരങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇതൊക്കെ ഫേബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ മറ്റൊരു പരാജയം. കാരണം എന്താണ്, ഇത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നും അതിലേക്ക് മറ്റു പല രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളും നുഴഞ്ഞു കയറിക്കൊണ്ട് പല രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ തള്ളിപ്പറയേണ്ട ബാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ലക്ഷ്യം എന്താണ്? പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ്, ആ ജനാധിപത്യ രീതിയിലുള്ള ആ ഒരു പ്രക്ഷോഭത്തെ ആ പ്രക്ഷോഭമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കടന്നുകൂടുന്ന മറ്റ് ക്ഷുദ്രജീവികളെ നമ്മൾ തടഞ്ഞു നിർത്തണം, അതിനെ എക്സ്പോസ് ചെയ്യണം. ആ ബാധ്യത ആർക്കുണ്ട്? അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്. അതവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരതിനെക്കുറിച്ച് കാണുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകർക്ക് തല്ല് കിട്ടുമ്പോൾ അവരെ മാനഭംഗപ്പെടുത്തുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് അതെല്ലാം ജനൻ TV പടച്ചുവിടുന്നതെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചില്ലർ ഉളപ്പൊന്നും പോരാന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ നമ്മൾ കാണാൻ തയ്യാറാണ്. നമ്മൾ രാഷ്ട്രീയ അന്ധതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമത്തവോ ഇത് രണ്ടും വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ കാണാനോ കാണാതിരിക്കാനോ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. കുട്ടികളുടെ പ്രശ്നം ഇവിടെ നമ്മൾ വലിയ ഒരു പ്രാധാന്യത്തോടുകൂടി സംസാരിക്കേണ്ട സമയത്ത് അതിന്റെ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്യുന്നതായാലും ശരി, അതോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ വില്ലില്ലായ്മ കൊണ്ട് ആ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കാത്ത പ്രതിപക്ഷമായാലും ശരി, രണ്ടും ഒരു പ്രോബ്ലമായിട്ട് മാറുകയും അത് ജനങ്ങൾക്ക് വലിയ ദുരിതമായിട്ട് മാറുകയും ചെയ്യുന്നു. കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നത്
തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം അതിൻ്റെ ആ യഥാർത്ഥ കാരണത്തിലുള്ള പ്രക്ഷോഭത്തിൽ എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അതിലേക്ക് കടന്നുകൂടിയിട്ടുള്ള 370 പുനഃസ്ഥാപിക്കണമെന്നോ അതല്ലെങ്കിൽ CAA പ്രക്ഷോഭമായിട്ട് മാറ്റുന്നതോ അല്ലെങ്കിൽ അതിനകത്തേക്ക് മറ്റു പല തരത്തിലുള്ള ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ വിഷയമൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നതോ ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ കോർ ഇഷ്യൂവിൽ നമ്മൾ അതിൻ്റെ വിഷയത്തെ തളച്ചിടണം. അതിന് പരിഹാരം കണ്ടെത്തുന്നത് വരേക്കും നമ്മൾ അതിനകത്ത് ഉറച്ചു നിൽക്കണം തന്നെയാണ് ഞാൻ പറയാം. ഓക്കെ.